ഓം നമ ശിവായ. ഇന്ന് ജൂൺ മാസം 6 ഈ ജൂൺ മാസത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന 9 നക്ഷത്രക്കാരുണ്ട്. ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനിയുള്ള ദിനങ്ങൾ, ജൂൺ മാസത്തിന്റെ ഇനിയുള്ള അവശേഷിക്കുന്ന ദിനങ്ങൾ, ആറായതേ ഉള്ളൂ. ഈ തുടർന്ന് ഒരുപാട് ദിവസങ്ങൾ ഈ ജൂൺ മാസത്തിലുണ്ട്. വളരെയധികം മാറ്റങ്ങൾ ലഭിക്കാൻ പോകുന്നു ഈ 9 നക്ഷത്രക്കാർക്ക്. ചില്ലറ മാറ്റങ്ങളൊന്നുമല്ല ലഭിക്കാൻ പോകുന്നത്. വളരെയധികം ഫലവത്തായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ജൂൺ മാസം. ജീവിതത്തിലെ പല മേഖലകളിൽ നിന്നും വളരെയധികം വരുമാന മാർഗങ്ങൾ തുറക്കപ്പെട്ട് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്കും സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കമായ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ വരെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെ സമയം ആഗതമായി എന്ന് തന്നെ ഈ ജൂൺ മാസത്തിനെ വിശേഷിപ്പിക്കാം. അതും ഇന്ന് ജൂൺ 6 ഇന്ന് തൊട്ടൊരു മാറ്റം തുടങ്ങുകയാണ്. 9 നക്ഷത്രക്കാർക്കാണ് ഈ വളരെ വലിയ മാറ്റത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം കൂടി വന്നണഞ്ഞിരിക്കുന്നത്. 9 നക്ഷത്രക്കാരും മഹാദേവനെ ആരാധിക്കേണ്ടതാണ്. മഹാദേവനെ ആരാധിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ള ഏത് ദേവി ദേവന്മാരെയും ആരാധിക്കുന്നവരുണ്ടാകും. എങ്കിലും ഇനി പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർ തീർച്ചയായിട്ടും തിങ്കളാഴ്ച ദിവസം ചെയ്യേണ്ടതായ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. കുളിച്ച് ശുദ്ധം ആയതിനു ശേഷം 108 പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കേണ്ടതാണ്. അത് 108 എല്ലാ തിങ്കളാഴ്ചകളിലും മാത്രം ഇത് ചെയ്തു നോക്കിയാൽ മതി. ശിവഭഗവാനിൽ നിന്ന് ഒരു കവചം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അത് വളരെയധികം അനുഗ്രഹം നിങ്ങൾക്ക് ചൊരിയുന്നതുമാണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഗതി പിടിക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു ചേരാനുള്ള സമയം കൂടിയാണ്. അപ്പോൾ ആ സമയത്തെ ഇരട്ടി ഫലമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ തിങ്കളാഴ്ച ദിവസം ഭഗവാൻ മഹാദേവന് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഭഗവാൻ മഹാദേവൻ ഏറ്റവും പ്രീതനാകുന്ന ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഓം നമശിവായ ഓം നമശിവായ എന്ന് 108 ജപിക്കുക. ഇത്രയും ചെയ്താൽ മതി. ചെയ്യുമ്പോൾ കൃത്യവും ശുദ്ധിയും വൃത്തിയും ഒക്കെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ തിങ്കളാഴ്ചയും ഇതൊന്ന് ചെയ്തു നോക്കിയാട്ട് ജീവിതത്തിൽ വലിക്കുന്നതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, കലഹങ്ങൾ, പല വിധത്തിലുള്ള ശത്രു പീഡകൾ, ഇതൊക്കെയും ഒഴിഞ്ഞു പോകുന്നതിന് ഓം നമശിവായ എന്ന മന്ത്രോച്ചാരണം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി 9 നക്ഷത്രക്കാർ ആരൊക്കെയെന്നതിലേക്ക് കടക്കാം. ഭരണിയാണ് ആദ്യത്തെ നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹം വർദ്ധിക്കുന്ന സമയമാണ്, സാമർഥ്യം ഉണ്ടാകുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. മഹാദേവന്റെ കൃപ കൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ഉത്സാഹം ഉണ്ടാവുകയും സാമർഥ്യത്തോടെ, ധൈര്യത്തോടെ ഏത് കാര്യത്തെയും നേരിടാൻ സാധിക്കുന്നതാണ്. മനസ്സന്തോഷം അനുഭവപ്പെടും, സമാധാനം വന്നു ചേരും, ചിലവുകൾ കൂടാനുള്ള സാധ്യത കൂടി ഈ ഒരു സമയത്തുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ വാഹനത്തിന് ചില അറ്റകുറ്റപ്പണികൾ ഈ ഒരു സമയം വേണ്ടി വന്നേക്കാം. ഇനി ജൂൺ 6 ശേഷം, അതായത് ഇന്ന് ജൂൺ 6 ഇന്നതിന് ശേഷം, ഇന്നത്തെ ദിവസത്തിന് ശേഷമുള്ള സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അല്പം നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. ഭക്ഷണം സുഖം കുറയുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് അല്പം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കഴിക്കാനുള്ള ഒരു വിരക്തി തോന്നുന്ന ഒരു സമയം, വയറിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. ആരോഗ്യകാര്യ ശ്രദ്ധ വളരെയധികം വേണ്ടുന്ന സമയവുമാണ്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾ 108 നമശിവായ മന്ത്രോച്ചാരണം നടത്തുക. അത് എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ തുടർന്നു പോയിക്കൊള്ളുക. ഒരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ ദർശിക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക്, വ്യാപാരികൾക്ക് നല്ല സമയം തുടങ്ങുകയാണ്. വ്യവസായവുമായി ബന്ധപ്പെട്ട് നല്ലൊരു മാറ്റത്തിൻ്റെ സമയം. ഏറ്റെടുത്ത ജോലികളൊക്കെ കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിക്കും. ആവശ്യത്തിലധികം സമ്പത്ത് വന്നു ചേരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ആവശ്യം, നിങ്ങളുടെ കടങ്ങൾ വീട്ടപ്പെടണം. അപ്പോൾ അതിലിരട്ടിയായിട്ടുള്ള സമ്പത്ത് മഹാദേവൻ തരുന്നതാണ്. തിങ്കളാഴ്ച ദിവസം മഹാദേവനെ പ്രാർത്ഥിക്കുക. 108 നമശിവായ മന്ത്രോച്ചാരണം നടത്തുക. വിശ്രമിക്കാനുള്ള സമയമൊക്കെ ഇത്തിരി കുറയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് അല്പം വിശ്രമമില്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം. ബിസിനസ് ചെയ്യുമ്പോൾ വളരെയധികം ആലോചന കൂടി നിങ്ങൾക്ക് അത്യാവശ്യമാണ്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടി ആലോചിക്കുക. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള ഭാഗ്യം കൂടി ഈ ജൂൺ മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്.
തിരുവാതിര നക്ഷത്രക്കാരാണ് അടുത്തത്. ത്വക്ക് രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റുള്ളവർ ഉപയോഗിച്ച വസ്തുക്കൾ തോർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ചിലപ്പോൾ തൊലിപ്പുറത്തുള്ള ചില അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതിനാൽ തന്നെ തൊഴിൽ രംഗവുമായി അല്പം വിട്ടു നിൽക്കേണ്ടതായോ ലീവ് എടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളും വന്നു ചേരും. അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്തും ഉണ്ടാവുക. അല്പം ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുക്കേണ്ടതായ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ നിമിത്തമൊക്കെ ആകും. അപ്പോൾ എന്താണ്, ശ്രദ്ധ വേണം. മഹാദേവന്റെ ഓം നമഃ ശിവായ മന്ത്രോച്ചാരണം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലും അതിങ്ങനെ ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടിരിക്കുക. വളരെ മാറ്റം ഉണ്ടാകും. ഒരു കവചമായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാകുന്നതാണ്, നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ്. കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കാണുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അല്പം ശ്രദ്ധ നിങ്ങളുടെ പ്രവൃത്തിയിൽ വേണ്ടുന്ന സമയം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ കുറിച്ച് ഓർത്തുള്ള ചില വ്യസനങ്ങൾ, ചിന്തകൾ, അമിതമായ ജിജ്ഞാസയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ മനസ്സാകെ കലങ്ങി മറിഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാനാണ് നമഃശിവായ മന്ത്രോച്ചാരണം വേണമെന്ന് പറയുന്നത്. അത് എല്ലാ തിങ്കളാഴ്ചയും 108 ജപിക്കാനും മറക്കേണ്ട. പൂയമാണ് അടുത്ത നക്ഷത്രമായി വരുന്നത്. ധനപരമായി മാറ്റത്തിൻ്റെ സമയമാണ്. പുരോഗതി ഉണ്ടാകുന്നതാണ്. വിശ്രമിക്കാനുള്ള സമയം പോലും കുറവായിരിക്കും. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ചില ബന്ധുജനങ്ങൾ മുഖേനയോ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾ നിമിത്തമൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഉപയോഗിക്കാൻ. പുതിയ തൊഴിലിലേക്കൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ തന്നെ തുടരട്ടെ. എടുത്തുചാടിയുള്ള തീരുമാനം, എടുത്തുചാട്ടം ചിലപ്പോൾ പിന്നീട് വ്യസനിക്കാനുള്ള വഴിക്ക് ഇടയാക്കും. അതേപോലെ കബളിപ്പിക്കപ്പെടാനുള്ള ചാൻസ് ഒക്കെ ഈ സമയം കൂടുതലാണ്. അതുകൊണ്ട് ധനപരമായൊന്നും ആരെയും സഹായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ധനം മുടക്കിയുള്ള കാര്യങ്ങൾക്കോ ഇറങ്ങാതിരിക്കുക. പ്രശസ്തി ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കാനുള്ള അവസരവും ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നതാണ്. ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളകളിലൊക്കെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അടുത്തായി വരുന്ന നക്ഷത്രം പൂരമാണ്. കടബാധ്യതകൾ ഒരുപാടുള്ള നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനത്തിനുള്ള അവസരം ഭഗവാൻ മഹാദേവൻ കൊണ്ടുതരുന്നതാണ്. സൽക്കർമ്മങ്ങൾക്ക് പണം ചെലവഴിക്കാനുള്ള പിശുക്ക് ഒഴിവാക്കുക. നല്ല കാര്യങ്ങൾക്ക് അല്പം ദാനമൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പുതിയ വസ്ത്രം പാവപ്പെട്ട ഒരു വ്യക്തിക്ക് നൽകുക. സ്കൂളൊക്കെ തുറന്ന സമയമാണ്. ചില നിർദ്ധരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ വാങ്ങി നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ശ്രേഷ്ഠമായ ഒരു മാറ്റം, അനുഗ്രഹമൊക്കെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായി തന്നെ നമ്മളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് തൊഴിൽപരമായ ഉയർച്ചയുടെ സമയമാണ്. സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം. അനാവശ്യ കൂട്ടുകെട്ടിലൂടെയൊക്കെ പണം നഷ്ടപ്പെടാതിരിക്കാൻ, കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങളിൽ, അതായത് വിവാഹ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും, കുടുംബത്തിലെ ചില ആളുകളുടെ വിവാഹ കാര്യങ്ങളിൽ പങ്കെടുക്കാനും അതിന് അല്പം കാർമ്മികത്വമൊക്കെ വഹിക്കേണ്ടതായ അവസ്ഥകളും വന്നു ചേരാം. ദാമ്പത്യ സുഖം, സന്തോഷം, സമാധാനം ഇതൊക്കെയും ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ ജൂൺ മാസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. അടുത്ത നക്ഷത്രമായി വരുന്നത് വിശാഖമാണ്. സുഹൃത്തുക്കൾ വർദ്ധിക്കുന്നതാണ്. അത് നിമിത്തം ഗുണവും ഉണ്ടാകും. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരുന്നത് ലഭിക്കാനുള്ള, സാങ്ഷനാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകാൻ, സഞ്ചാരത്തിനൊക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട്. വിദേശത്ത് തൊഴിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് അറിയിപ്പുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കിട്ടാതെ കുടിശ്ശികയായി കിടന്ന ധനമൊക്കെ വന്നു ചേരുന്നതാണ്. സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് എത്തി ഒരു ബന്ധു സമാഗമത്തിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. പുതിയ വാഹനമോ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുയോജ്യമായ സമയമാണ്. നിങ്ങളിലേക്ക് അല്പം പുതിയതായ പല കാര്യങ്ങളും എത്തിച്ചേരേണ്ട സമയം കൂടിയാണ് ഈ ജൂൺ മാസം. അടുത്ത നക്ഷത്രമായി വരുന്നത് പൂരാടമാണ്. മഹാദേവന്റെ ധാരാളം അനുഗ്രഹം ലഭിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ഒരു മാറ്റത്തിൻ്റെ, പ്രമോഷൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ ഒക്കെ സമയമാകുന്നുണ്ട്.
മറ്റുള്ളവരുമായിട്ടുള്ള സമീപനം അല്പം മയത്തിലൊക്കെ ആയാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ ഏറിയിരിക്കും. എടുത്തുചാടിയുള്ള നമ്മളൊരു ജോലിയിലൊക്കെ ഇരിക്കുമ്പോൾ എടുത്തുചാടിയുള്ള സംസാരങ്ങൾ അത് വിനയായി തന്നെ ചിലപ്പോൾ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് സമീപനം മറ്റൊരാളുമായിട്ടുള്ള സമീപനം വളരെയധികം സൗമ്യമായിട്ടൊക്കെ വേണ്ടുന്നതാണ്. വീട്ടിൽ പറയുന്നത് പോലെ എടുത്തുചാടി പുറത്ത് ഉള്ള ആളുകളുമായി സംസാരിക്കാതിരിക്കുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ ഐശ്വര്യം ധാരാളമായി അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും. ചതയമാണ് അടുത്ത നക്ഷത്രമായി വരുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട് അല്പം തർക്കങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്, തൊഴിലിടവുമായി ബന്ധപ്പെട്ടൊക്കെ. അതുകൊണ്ട് ശ്രദ്ധ വേണം, ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അനാവശ്യ സംസാരങ്ങൾ, മുൻകോപം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ സഹായങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. മാതാവിൽ നിന്ന് സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഈ ഒരു സമയം എടുത്തു പറയേണ്ടതാണ്. സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ മനസ്സന്തോഷം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് നിങ്ങൾക്ക് ഈ ജൂൺ മാസം. രേവതി നക്ഷത്രക്കാർക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന പല വാർത്തകളും കേൾക്കാൻ ഭാഗ്യമുണ്ടാകുന്നുണ്ട്. മുതിർന്നവരുമായി വളരെ സ്നേഹത്തിൽ പോകാൻ സാധിക്കുന്നതാണ്. സഞ്ചാരം യാത്രകളൊക്കെ വേണ്ടിവരും. അല്പം ക്ലേശങ്ങളും യാത്രയിലൂടെ ഉണ്ടാകുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫലമുണ്ടാകുന്നതാണ്. അന്യരുമായി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദ്വേഷത്തിനോ വഴക്കിനോ ഒന്നും പോകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇഴജന്തുക്കളെ ഒന്നും ഉപദ്രവിക്കാതിരിക്കുക. ഇഴഞ്ഞു പോകുന്നവയെ ഒന്നും ചവിട്ടാനോ പിടിക്കാനോ പോകാതിരിക്കുക. ചിലപ്പോൾ അതുവഴി അല്പം ഹാനി ശരീരത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ രാത്രികാലങ്ങളിലും യാത്ര ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ മന്ത്രോച്ചാരണങ്ങൾ വേണം. നമഃശിവായ മന്ത്രോച്ചാരണം എല്ലാ തിങ്കളാഴ്ചയും 108 ജപിക്കുകയാണെങ്കിൽ വളരെയധികം പവർഫുൾ, ലോകത്തെ ഏറ്റവും പവർഫുള്ളായ മന്ത്രം തന്നെയാണ് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം. അപ്പോൾ അത് 108 ജപിക്കുക. അതും കൃത്യവും ശുദ്ധിയും വൃത്തിയും അത്യാവശ്യമാണ് ജപിക്കുന്ന വേളയിൽ. എല്ലാ തിങ്കളാഴ്ചയും അത് ദിനവും വേണമെന്നില്ല. എല്ലാ തിങ്കളാഴ്ചയും ജപിക്കുമ്പോൾ 108 ജപിക്കുക. അപ്പോൾ ഒരു കണക്ക് വേണം. ഒരു കല്ലോ കുറച്ച് കല്ലൊക്കെ എടുത്തു വെച്ചാൽ ഒരു കണക്കാവും. കണക്ക് തെറ്റാൻ നിങ്ങൾക്ക് ജപിക്കാനും സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മാല, രുദ്രാക്ഷമൊക്കെ കാണുമല്ലോ, 108 ഉള്ള രുദ്രാക്ഷം, അതിനകത്ത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ കണക്ക് തെറ്റാതെ വരും. അപ്പോൾ വളരെയധികം മാറ്റമുണ്ടാകുന്ന സമയം കൂടിയാണ്. ഒന്ന് ചെയ്ത് നോക്കി. ഏത് കാര്യം ട്രൈ ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി വരുന്ന തിങ്കളാഴ്ച മുതൽ അത് തുടങ്ങുകയും വേണം. വളരെ നല്ല മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയം തന്നെയാണ് ഈ 9 നക്ഷത്രക്കാർക്കും ജൂൺ മാസം.